ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് സുബേറിന്റെ സ്വപ്ന ഭവനമാ. ഞങ്ങൾ കാരണം അതിനൊരു കോട്ടം വരണ്ട. ഞങ്ങൾ ഒഴിഞ്ഞു പോയിക്കോളാം. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി ഒരു വരവ് കൂടി എനിക്ക് ഇങ്ങോട്ടുണ്ടാവരുത്. എന്നെ ചതിക്കുകയാണല്ലേ? അത് ശരി. ഇത് പറയാനാണ് ഇത്ര നേരം ഇരുന്ന് ആലോചിച്ച് കൂട്ടിയത്. ഓരോരുത്തരും ചെയ്ത ചതിയുടെ ആഴം ഒന്ന് ഓർത്തെടുക്കുകയായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ? കിട്ടും. എന്തുവാ? എന്നെ ഒളിപ്പിക്കുന്നില്ലേ ആ രഹസ്യം? എന്റെ ഭാമേ, നീ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ശുദ്ധ മണ്ടത്തരവാ. അല്ലെങ്കിൽ തന്നെ എന്ത് ഒളിപ്പിക്കാനാ? ആരോ എഴുതിയെന്നും പറഞ്ഞ് എവിടുന്നോ ഒരു ലെറ്റർ കിട്ടുക, ഒരാവശ്യമില്ലാതെ ഗൈനക്കോളജി ഡോക്ടർ പരിഭ്രമിക്കുക, എന്നോട് സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറുക. ഞാൻ അറിയരുതെന്ന് കരുതുന്ന എന്തോ ഒന്ന് ആരുടെയൊക്കെയോ മനസ്സിലുണ്ട്. ഭാമ എന്തിനാ അനുവാദമില്ലാതെ ഡോക്ടർ മുറിയെ കയറി ചെന്നത്? അവരണ്ടൊന്നും പറയാഞ്ഞേ. പിന്നെ എനിക്ക് സത്യങ്ങൾ അറിയണ്ടേ? അതാരൊളിപ്പിച്ചു വെച്ചാലും ഞാൻ അറിയും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ മര്യാദയുടെ ഭാഷയിലാ ഇതുവരെ സംസാരിച്ചത്. ഇനി പറയുന്നത് മര്യാദ ലെവലേശമില്ലാതായിരിക്കും. എനിക്കിന്നറിയണം എപ്പ വീടൊഴിയും. ഞങ്ങൾക്ക് ഈ വീട് തന്നത് സുബൈറ. ഞങ്ങൾ വാടക ചീട്ട് എഴുതിയതും സുബൈറിന്റെ അടുത്താ. സുബൈർ മരിച്ചു പോയതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഞങ്ങൾ കാണുന്നത് സുബൈറിന്റെ മകൾ നൂർജഹാനെയാ. 100 വന്ന് പറയട്ടെ, ഞങ്ങൾ ഒഴിഞ്ഞു തരാം. 100, 200 അല്ല ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. കുടുംബത്തിലെ കാരണവർ എന്ന നിലയിലെ എല്ലാ കാര്യങ്ങളും എന്റെ നിയന്ത്രണത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുക. അതുകൊണ്ട് വലിയ മഹത്തായ നിയമങ്ങളൊന്നും പറയാതെ എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു തരണം. ഇനിയൊരു പറച്ചിലുണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. അബൂബക്കറെ, ഞങ്ങൾ വാടകക്കാർ തന്നെ, ഒഴിഞ്ഞു തരേണ്ടി വരുവാ. പക്ഷേ നമ്മൾ തമ്മിൽ യാതൊരു വാടക കരാറിലും ഒപ്പുവെച്ചിട്ടില്ലല്ലോ. ഒപ്പുവെച്ചവരോ അവരുടെ രക്തബന്ധത്തിലുള്ളവരോ ഒന്ന് പറയട്ടെ എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. നൂർജഹാനോ, പിന്നെ സുബൈറിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, സുബൈദ എന്ന് പറയട്ടെ, ഞങ്ങൾ മാറിത്തരാം. ശരി, സുബൈദ നാളെ വരും, നൂർജഹാനും നാളെ വരും. വരിക മാത്രമല്ല വീട് ഒഴിഞ്ഞു തരണമെന്ന് പറയുകയും ചെയ്യും. അപ്പൊ വല്ല തട്ടാമുട്ടി പറഞ്ഞാലുണ്ടല്ലോ. ഇയാൾ ആരെയും പേടിപ്പിക്കുന്നേ? ഞങ്ങള് വാടക ഏതെങ്കിലും തരത്തിൽ മുടക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ വീടിന് ഏതെങ്കിലും തരത്തിൽ കേടുപാട് വരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ തന്ന അഡ്വാൻസ് തുകയെ നിങ്ങളുടെ കയ്യിരിപ്പണെന്ന് ഓർക്കണം. വാടകയ്ക്ക് താമസിക്കുന്നു പറഞ്ഞേ എന്തോന്ന് വിളിച്ചു പറയാന്ന് വിചാരിക്കരുതേ. അല്ല, ഇങ്ങനെ പെട്ടെന്ന് വന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ല. പിന്നെ എല്ലാത്തിനും ഒരു മര്യാദ ഇല്ലേ? അത് 2 കൂട്ടരും പാലിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു സമയം ഇനി തരാൻ പറ്റില്ല. ഇന്നോ നാളെയോ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ JCB കൊണ്ടുവന്ന് ഞാൻ ഈ വീടങ്ങ് ഇടിച്ചു നിരത്തും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ അതെ, ഞങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടിയേ ഇയാൾ ഇത് ഇടിച്ചു നിരത്താൻ നിൽക്കണ്ട. ഇത് സുബൈറിന്റെ സ്വപ്ന ഭവനമാ. ഞങ്ങൾ കാരണം അതിനൊരു കോട്ടം വരണ്ട. ഞങ്ങൾ ഒഴിഞ്ഞു പോയിക്കോളാം. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി ഒരു വരവ് കൂടി എനിക്ക് ഇങ്ങോട്ടുണ്ടാവരുത്. അതെ, ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോളാം എന്ന് പറയുന്നുണ്ടല്ലോ. വേറെ ഏതെങ്കിലും വീട് കണ്ടുവച്ചിട്ടാണോ പറയുന്നേ?
ഇവിടുന്ന് ഇറങ്ങിയ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ? നോക്ക്, ഇതൊന്നും കാണാതെ പൊയ്ക്കോളാം എന്ന് പറയുന്ന എന്തുദ്ദേശത്തില്ല? ഭാമേ, നമുക്കിനി എന്തിനാ വേറെ വീട് അന്വേഷിക്കുന്നേ? നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാന്ന് അവിടെ തുടങ്ങിയെടുക്കല്ലേ? ഓ, ആ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയി താമസിച്ചാ മതി. എന്നെ കിട്ടില്ല അവിടെ പോയി താമസിക്കാൻ. ആ, അതിന് തയ്യാറായിട്ട് ആരും നിൽക്കുകയും വേണ്ട. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പറഞ്ഞോട്ട് കേൾക്കത്തുമില്ല. എടോ പിള്ളേ, ഇനിയിപ്പോ ഇവിടെ ഇറങ്ങേണ്ടത് എന്തോ ചെയ്യും? കഷ്ടം. പപ്പി ദേ നോക്കി. ആ, ഞാനും എഴുതി. ദേ പപ്പി, ഞാൻ ഫിനിഷ് ചെയ്തു. എന്റെയും കഴിയാറായി. മോളെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കലല്ല ഇന്നത്തെ മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവൾ അവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കടമ്പയാണ്. 100-ൽ 1-2 പേർക്ക് മാത്രം കിട്ടുന്ന സന്തോഷവും സമാധാനവും എൻ്റെ മോൾക്കും അവിടെ കിട്ടണമെന്ന് അച്ഛന് വാശി പിടിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് വിജയലക്ഷ്മിയെ പോലെ തൻ്റെടിയായ സ്ത്രീയുടെ അടുത്ത്. അച്ഛാ, അവരിപ്പോ ഈ കാണിക്കുന്ന സ്നേഹവും ഇഷ്ടമൊക്കെ വെറും നാടകോ? എന്നെ ദ്രോഹിച്ചതിന്റെ പേരിൽ രാജീവേട്ടൻ അവരെ പൂർണ്ണമായും കൈവിടുമെന്നുള്ള പേടിയുണ്ടാ അവരിപ്പോ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വന്ന് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. അവർക്കും അവരുടെ ആങ്ങളയ്ക്കും ഇനി ഒരു കാലത്തും മാറാനാവില്ല. മോളെ, എന്തൊക്കെയായാലും അവര് നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്. അവരോട് സംസാരിക്കുമ്പോ നിന്നിൽ നിന്നും വരുന്നത് അവരോടുള്ള ദേഷ്യവാ. അത് പാടില്ല. അവര് തെറ്റുകാരിയായിരിക്കാം, ഉപദ്രവകാരിയോ ആയിരിക്കാം. പക്ഷെ അവര് നിന്റെ ഭർത്താവിനെ പ്രസവിച്ച സ്ത്രീയാ. അവനെ ഈ നിലയിൽ എത്തിച്ച സ്ത്രീ. അപ്പൊ നിന്നേക്കാൾ അവകാശവും അധികാരവും അവർക്കുണ്ടെന്ന് അവര് പറയും.